ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബോക്സ് പ്ലീറ്റഡ് കുർത്തിയുടെ നെക്കിൻ്റെ ഡിസൈനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ ചെറിയൊരു ക്ലോത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് എക്സ്ട്രാ 4 ഇഞ്ച് നമ്മൾ എടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ബോക്സ് ആക്കണതിന് നമുക്കൊരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എടുക്കുന്ന സമയത്ത് 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം നമ്മൾ വീതി. എന്നിട്ട് 4 ഇഞ്ച് ഇതേപോലെ നമ്മൾ കണക്കാക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് വീതിയാണ് കണക്കാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത്, നമ്മുടെ നെക്കിൻ്റെ തൊട്ട് താഴായിട്ടാണോ അല്ലെങ്കിൽ അതിനും കുറച്ച് ഇറങ്ങിയിട്ടാണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. 10 ഇഞ്ച് ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്താണ്. അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് ലെങ്ത്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ 4 ഇഞ്ച് വീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ടും വരച്ചിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച് പോയിടത്താണ് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ 4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ. അപ്പം ആ നീളവും വീതിയൊക്കെ നമ്മൾ കണക്കാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ബോക്സ് പോലെ വരച്ചതിൻ്റെ ഫുള്ളായിട്ടല്ല, ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ലെങ്ത്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിൻ്റെ 10 ഇഞ്ച് ലെങ്ത്ത് എന്നുള്ള കണക്കിൽ നമുക്കങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. അവിടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നിർത്തി നൂല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നൂല് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പം നമ്മൾ ആ വരച്ച ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ, അതിൻ്റെ സെൻറ്റർ വശം നമുക്ക് നിവർത്തിയെടുക്കാം. അങ്ങനെ ഇതേപോലെ നമുക്ക് നിവർത്തിയെടുത്താൽ തന്നെ നമ്മുടെ പ്ലീറ്റ്സ് അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. കുർത്തിക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും കേട്ടോ. ഇതേപോലെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. ഈ പ്ലീറ്റ്സ് കിട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് അതേപോലെ തന്നെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ക്യാൻവാസോ ക്രോസ് പീസോ അല്ലെങ്കിൽ നമ്മുടെ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. നെക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ബോക്സ് പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ, നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടാണിത്. ഈ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ പ്ലീറ്റ്സൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ രണ്ടായിട്ടൊന്ന് കൂടി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളതും നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നും നമ്മൾ കണക്കാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് എന്താണോ ലൈനിങ് വെച്ചിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈനിങ് വെച്ച് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് പീസ് കാര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്ത് നമ്മുടെ നെക്കും പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ നെക്ക് ഒരു റൗണ്ട് നെക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തും ഒരു 5 ഇഞ്ച് ലെങ്ത്തും ആണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് നമ്മൾ ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നെക്ക് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്താൽ ഈ ഒരു കുറച്ചൊരു താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു പ്ലീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കുർത്തിക്ക് ചുരിദാറിനൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്